നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴക്കാലമാണ്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നതൊക്കെ വേനൽ മഴയുടെ ശക്തമാകുന്നുണ്ട്. കാലവർഷം എത്തുന്നുണ്ട്. ജൂൺ, ജൂലൈ, സെപ്റ്റംബർ മാസമൊക്കെ നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മഴയുണ്ടാകും. അപ്പോൾ ഈ ഒരു കാലത്ത് മഴ വർദ്ധിക്കുന്നതോടെ അല്ലെങ്കിൽ മഴയുണ്ടാകുന്നത് പോലെ മഴക്കെടുതികൾ ഒരു വശത്ത് വലിയൊരു ഭീഷണിയായി നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അതുപോലെ തന്നെ ഭീഷണിയാണ് ഈ മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങൾ. പ്രത്യേകിച്ച് കൊതുക് പെരുകുന്ന ഒരു സമയമാണ്. കൊതുക് പരത്തുന്ന രോഗങ്ങളുടെ കാര്യമൊക്കെ നമുക്കറിയാം. നമ്മുടെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഈ മഴക്കാലത്ത് ഒരുപാട് രോഗങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലൊന്ന് കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ പനിക്കെതിരെ പ്രതിരോധ ശീലങ്ങൾ ഉറപ്പാക്കാനുള്ള നടപടികൾക്ക് തുടക്കമായിരിക്കുകയാണ്. കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ പനിക്കെതിരെ പ്രതിരോധ ശീലങ്ങൾ ഉറപ്പാക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ വ്യക്തമാക്കിയിട്ടുണ്ട്. ദേശാടന പക്ഷികളിൽ കാണാനിടയുള്ള ഫ്ലാവി വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന വൈറസ് ഇത് കൊതുക് കടിയിലൂടെ മനുഷ്യരിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കെട്ടിനിൽക്കുന്ന മലിനമായ വെള്ളത്തിലും ഒഴുക്കില്ലാത്ത വെള്ളത്തിലും ഓവുചാലുകൾ, സെപ്റ്റിക് ടാങ്കുകൾ, ചതുപ്പു പ്രദേശം, പാടങ്ങൾ, പുൽച്ചെടികൾ, തഴച്ചു വളരുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ കൂടുതൽ കാണാനിടയുള്ള ക്യൂലെക്സ് കൊതുകുകളാണ് ഇത്തരത്തിൽ ഈ ഒരു രോഗം വഹിച്ച് മനുഷ്യരെ കടിക്കുക. സാധാരണയായി വെള്ളം കെട്ടിക്കിടക്കാൻ ഇടയുള്ള ടയർ, പാത്രം എന്നിവിടങ്ങളിലും കൊതുക് പെരുകാൻ ഇടയുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ മഴക്കാലത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് നമ്മുടെ പരിസരങ്ങളിലൊക്കെ. അതായത് ഇത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥകളൊക്കെ മാറ്റുക, ചിരട്ട അതുപോലുള്ള സാധനങ്ങളൊക്കെ കമഴ്ത്തി വയ്ക്കുക, വെള്ളം കെട്ടി നിന്ന് അതിൽ കൊതുക് മുട്ടയിട്ട് പെരുകാനുള്ളൊരു അവസരം ഒരുക്കരുത്. കൊതുക് കടി ഒഴിവാക്കാനുള്ള പ്രതിരോധ ശീലങ്ങൾ പാലിക്കുന്നതും വീടുകളിലും പരിസരത്തും വ്യക്തിഗതമായും സാമൂഹ്യ അധിഷ്ഠിതമായി നടത്തുന്ന കൊതുക് നശീകരണ ഉറവിട നശീകരണ പ്രവർത്തനങ്ങളാണ് പ്രധാന പ്രതിരോധ മാർഗം. വ്യക്തിഗത പ്രതിരോധ ശീലങ്ങളും പാലിക്കേണ്ടതായിട്ടുണ്ട്. വ്യക്തിഗതം എന്ന് പറയുമ്പോൾ വീടുകളിൽ തന്നെ തുടങ്ങിയാൽ മതി. നമുക്ക് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെയാണ് വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് രോഗങ്ങളുടെ ഒരു കൂടോടെയാണ് മഴക്കാലം എത്തുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു വൃത്തി അല്ലെങ്കിൽ പരിസര വൃത്തി, വ്യക്തി ശുചിത്വം ഒക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. കൊതുക് കടി കൊള്ളുന്നതിന് സാധ്യത കൂടുതലുള്ളത് പ്രഭാതവേളയിൽ വൈകുന്നേരങ്ങളിലുമാണ്. ഈ സമയത്ത് കൊതുക് കടി ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രഭാത സായാഹ്നം നടത്തും തുടങ്ങി വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നവരും ഈ സമയങ്ങളിൽ പുറത്ത് സമയം ചെലവിടുന്നവരും കൊതുകടി ഏൽക്കാതെ ശ്രദ്ധിക്കണം. പുറത്ത് സമയം ചെലവിടാതിരിക്കുന്നതാണ് ഉചിതം. പിന്നെ കൊതുകിനെ ഓടിക്കാനുള്ള മറ്റ് വസ്തുക്കളൊക്കെ ഉപയോഗിക്കുക. കൊതുക് വല ഉപയോഗിച്ച് കൊതുക് കടിയിൽ നിന്ന് പ്രതിരോധം സൃഷ്ടിക്കാവുന്നതാണ്. പുറത്തിറങ്ങുമ്പോൾ ഇളം നിറത്തിലുള്ള കൈകാലുകൾ മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. കൊതുക് കടി പ്രതിരോധിക്കുന്ന ലേപനങ്ങൾ കൃത്യമായി പുരട്ടുക. കിടപ്പുമുറിയിലും മറ്റും മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂട്ടിയിടരുത്. കൊതുക് കടക്കാത്ത വിധം ജനാലകളിലും വാതിലുകളിലും മോസ്കിറ്റോ നെറ്റ് ഘടിപ്പിക്കാവുന്നതാണ്. ഉറങ്ങുമ്പോൾ കൊതുക് വല ഉപയോഗിക്കാവുന്നതുമാണ്. മാത്രമല്ല, ഈ കൊതുക് നശീകരണം ഉറപ്പാക്കുക. വീടിനുള്ളിലും പരിസരത്തും കൊതുക് വളരാനിടയുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കുക. ടെറസിലും മറ്റിടങ്ങളിലും വെള്ളം തങ്ങി നിൽക്കാത്ത വിധം വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ടയറുകൾ, പാഴ്വസ്തുക്കൾ എന്നിവ വെള്ളം നനയാത്ത വിധം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വെള്ളം ശേഖരിച്ചു വയ്ക്കുന്ന പാത്രങ്ങൾ മൂടി സൂക്ഷിക്കണം. ഇടയ്ക്കിടെ വശങ്ങൾ തേച്ചൊരച്ച് കഴുകി വൃത്തിയാക്കണം. ശൗചാലയങ്ങളുടെ വെന്റ് പൈപ്പ് കൊതുക് കടക്കാത്ത വിധം വലയിട്ട് മൂടണം. വീടിനു പരിസരത്ത് കുറ്റിച്ചെടികൾ വെട്ടി വൃത്തിയാക്കണം. വീടിന് പരിസരത്ത് മലിനമായതോ ഒഴുക്കില്ലാത്തതോ ആയ വെള്ളം കെട്ടി നിൽക്കുന്ന ഇടങ്ങളിലെയും പരിസരങ്ങളിലെ കൊതുക് നശീകരണം സാധ്യമാക്കുന്ന ഫോഗിംഗ്, മറ്റു കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ എന്നിവ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉറപ്പാക്കുക. വീടിനും പരിസരത്തും കൊതുക് വളരാനിടയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാത്തത് പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം പിഴ ഈടാക്കാവുന്ന കുറ്റമാണ്. ജൈവ മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുക. അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക. അതേസമയം വയോജനങ്ങൾ, രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർ, ഗർഭിണികൾ തുടങ്ങിയവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പനി, ക്ഷീണം, മനം പുരട്ടൽ, ഛർദി, കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടേണ്ടതാണ്. 2 മുതൽ 2 ആഴ്ച വരെ രോഗലക്ഷണം പ്രകടമാകാൻ സമയമെടുക്കും. ഭൂരിപക്ഷം പേരിലും പ്രകടമായ രോഗലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല. പനി, ശരീരവേദന, തലവേദന, വയറിളക്കം, മനം പുരട്ടൽ പോലെയുള്ള ലക്ഷണങ്ങൾ തുടക്കത്തിൽ ഉണ്ടായേക്കാം. രോഗം ഗുരുതരമായാൽ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നതിനാൽ തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ്, മസ്തിഷ്ക ജ്വരം, കാഴ്ച നഷ്ടപ്പെടുക, പക്ഷാഘാതം പോലെയുള്ള ലക്ഷണങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. രോഗബാധയുള്ള വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തികളിലേക്ക് രോഗം പകരില്ല. കൊതുക് കടിയേൽക്കാതെ സുരക്ഷിതരാകുന്നത് രോഗം വരാനുള്ള സാധ്യതയെ തടയും. പനി, ഉയർന്ന ശരീര താപനില, കഴുത്തിൽ ചലിപ്പിക്കാൻ കഴിയാതാവുക, മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, മഴക്കാലമാണ്. മഴ വരുമ്പോൾ ഒരുപാട് രോഗങ്ങൾ കൂടി നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് സുരക്ഷിതരായിരിക്കേണ്ടതായിട്ടുണ്ട്. കൊടുംചൂടിൽ നിന്ന് ആശ്വാസമായിട്ട് മഴ വരുമ്പോൾ പോലും മറുവശത്ത് മഴക്കെടുതികളും മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളുമൊക്കെ നമുക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയായിട്ട് ഉയരുന്നുണ്ട്. എന്തായാലും മഴക്കാലത്തുണ്ടാകാവുന്ന രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്.
ഭയം വേണ്ട, ജാഗ്രത മതി. ഇനി നമുക്ക് മഴ മുന്നറിയിപ്പ് കൂടി നോക്കാം. ഇന്ന് ഏതൊക്കെ ജില്ലകളാണ് മഴ മുന്നറിയിപ്പുള്ളത്, എത്ര ദിവസം കൂടി മഴയുണ്ടാകുമെന്ന് വിശദമായി നോക്കാം. വരുന്ന 3 മണിക്കൂറിൽ, അതായത് വരും മണിക്കൂറുകളിൽ കേരളത്തിൽ പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ജാഗ്രതയോടെ ആയിരിക്കുക. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇന്ന് 12-ാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിലുള്ളവർ ജാഗ്രതയോടെ ആയിരിക്കുക. പ്രത്യേകിച്ച് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന ചൂട്, അതിൽ നിന്ന് കൊടും ചൂടിൽ നിന്നൊക്കെ വലിയൊരു ആശ്വാസമാണ് നമുക്ക് ഈ മഴയിലൂടെ കിട്ടുന്നത്. ഇന്ന് ഏതൊക്കെ ജില്ലകളാണ് മഴ മുന്നറിയിപ്പുള്ളതെന്ന് നോക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ഈ ജില്ലകളിലൊക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ വലിയ ആശ്വാസമായിരിക്കും മഴയിലൂടെ കിട്ടുന്നത്. അതുപോലെ തന്നെ കരുതലും ഉണ്ടായിരിക്കണം. 9 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ്. 10-ാം തീയതി നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. 11-ാം തീയതി കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. 12-ാം തീയതി എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്താണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്നുള്ളത്? എപ്പോഴും പറയാറുള്ളതാണ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജാഗ്രതയോടെ ആയിരിക്കുക. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ 9, 10 തീയതികൾ, അതായത് ഇന്നും നാളെയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ജാഗ്രതയോടെ ആയിരിക്കുക. അതുപോലെ തന്നെ ഇന്ന് നാളെയും കന്യാകുമാരി പ്രദേശം, ലക്ഷദ്വീപ് പ്രദേശം, മധ്യകിഴക്കൻ അറബിക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. മേൽ പറഞ്ഞ തീയതികളിൽ ആ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. ഇനി മഴ മുന്നറിയിപ്പ് ഒരു വശത്ത് നിൽക്കട്ടെ. നമ്മളിനി ചൂട് മുന്നറിയിപ്പ് കൂടി, അതായത് എല്ലാ ജില്ലകളിലും ഒന്നും മഴയില്ല. അതുകൊണ്ട് തന്നെ ചൂടുള്ള ജില്ലകൾ, ചൂടിപ്പോഴും തുടരുന്ന ജില്ലകളുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അത് പറഞ്ഞതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ പാലിച്ച് വളരെ സുരക്ഷിതരായിരിക്കുക ചൂടുള്ള ജില്ലകളിലുള്ളവർ. അതേസമയം ഇനി മൺസൂൺ നോക്കാം. എവിടെ എത്തി മൺസൂൺ എന്ന് നോക്കാം. ഇന്ത്യയിൽ ഈ വർഷത്തെ കാലവർഷം കൃത്യസമയത്ത് തന്നെ എത്തുമെന്ന സൂചനയാണ് കാലാവസ്ഥ നിരീക്ഷകർ നൽകുന്നത്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മൺസൂൺ. എന്തായാലും ആശ്വാസകരമായ റിപ്പോർട്ടുകളാണ്, പ്രവചനങ്ങളാണ് മൺസൂണുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്.